കോഴിക്കോട് പന്തീരങ്കാവിലെ സൗപർണിക ജ്വല്ലറിയിൽ കവർച്ചാ ശ്രമം. പർദ്ദ ധരിച്ചെത്തിയ സ്ത്രീ കടയിലെ ജീവനക്കാരന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച ശേഷമാണ് മോഷണത്തിന് ശ്രമിച്ചത്. പൂവാട്ടുപറമ്പ് സ്വദേശി സൗദാബിയെ പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് മോഷണത്തിലേക്ക് നയിച്ചതെന്ന് സൗദാബി പോലീസിനോട് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് പന്തീരങ്കാവ് ടൗണിലെ സൗപർണിക ജ്വല്ലറിയിൽ മോഷണ ശ്രമം നടന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ പർദ്ദ ധരിച്ചൊരു സ്ത്രീ ജ്വല്ലറിയിലേക്ക് വന്നു. തുടർന്ന് ജ്വല്ലറി ജീവനക്കാരന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് മോഷണത്തിന് ശ്രമിക്കുകയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുപോയ ജീവനക്കാരൻ മോഷണ ശ്രമമാണെന്ന് മനസ്സിലാക്കുകയും തന്നെ ആക്രമിച്ച സ്ത്രീയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതോടെ സൗദാബി കയ്യിൽ കരുതിയിരുന്ന മറ്റൊരു കുപ്പിയിൽ നിന്ന് പെട്രോൾ സ്വന്തം ശരീരത്തിലൊഴിച്ചു. ഇതോടെ ജ്വല്ലറി ജീവനക്കാരനും സൗദാബിയും തമ്മിൽ പിടിവലിയായി. തുടർന്ന് നടന്ന വലിയ ബഹളം കേട്ട് പരിസരത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി. മോഷണ ശ്രമം നടത്തിയ സ്ത്രീയെ ബലം പ്രയോഗിച്ചാണ് എല്ലാവരും ചേർന്ന് കീഴ്പ്പെടുത്തിയത്. പിടിയിലായ സൗദാബി ആഴ്ചകൾക്ക് മുമ്പ് ജ്വല്ലറിയിൽ പലതവണ എത്തിയിരുന്നതായി ജ്വല്ലറി ജീവനക്കാരൻ പറയുന്നു. ഇന്ന് ലാസ്റ്റ് 8 വാൻ ബാങ്കിലുണ്ട്. അത് നമുക്ക് എടുക്കാം. ഞാൻ 8 ലക്ഷം ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു ഉറപ്പില്ല. ആകത്തന്നെ ഞാൻ വരാം. കാരണം നിങ്ങൾ എന്നാ എനിക്ക് ബില്ല് കാണിക്കണം. ബില്ല് കാണിച്ചാൽ അപ്പൊക്ക് ഉറപ്പിച്ചോളിന്നാണ്. അങ്ങനെ ഞാൻ എടുക്കുന്ന കുപ്പി ഒരു തപ്പുണ്ട്. സ്പ്രേ തപ്പുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓൾ തന്നെയാണ്. ഞാൻ കജാലിന്റെ ബാക്കിൽ വള കിടക്കുമ്പോൾ പെട്ടെന്ന് സ്പ്രേ അടിച്ചു കളിയില്ല. അത്രേ ഉള്ളൂ. പന്തീരങ്കാവ് പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പെരുവയിൽ പരിങ്ങാട് തടായി സ്വദേശി സൗദാബിയാണ് മോഷണ ശ്രമം നടത്തിയതെന്ന് വ്യക്തമായി. പണം കടം ചോദിക്കാനാണ് ജ്വല്ലറിയിൽ എത്തിയതെന്ന മൊഴിയാണ് സൗദാബി പോലീസിന് നൽകിയത്. അതിനിടയിൽ പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് ഇതൊക്കെയെന്ന പരസ്പരവിരുദ്ധമായ കാര്യങ്ങളും സൗദാബി പോലീസിനോട് പറഞ്ഞു. സൗദാബിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.